നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പൊ തമ്പി കണ്ട പോലെ തന്നെ നമ്മുടെ ലിപ് കെയറിന്റെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നത്, അതുപോലെ തന്നെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ പിന്നെ അടുത്തടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഡ്രൈ ലിപ്സിന്റെ അതുപോലെ തന്നെ ലിപ്പിൽ വരുന്ന പിഗ്മെന്റേഷന്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാ. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ വേണ്ടി സൺസ്ക്രീൻ യൂസ് ചെയ്യും. പക്ഷെ നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിപ് ബാം എന്ന് പറയുന്നത്. അതായത് ഈ ലിപ് ബാം നല്ലൊരു ലിപ് ബാം എന്ന് പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീൽ തരുന്ന ഒരു ലിപ് ബാം തന്നെ യൂസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡാർക്ക് ലിപ്സ് മാറണം, അങ്ങനെയൊക്കെ ഒരു ബേസ് ചെയ്താണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മിക്കവാറും ഈ ലിപ് ബാമിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കവറേജ് ഒന്നും കിട്ടാറില്ല. നോർമൽ ലിപ് ബാം ഒക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ലിപ് ബാം, ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരുന്ന ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു കവറേജ് തരുന്ന ഒരു ലിപ് ബാം. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലൊക്കെ ബട്ടറൊക്കെ തേച്ചൊരു ഫീല്, ആ ഒരു ഫീൽ ആയിരിക്കും ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വരുന്നത്. മെയിൻ ആയിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു ലിപ് ബാം. ഇത് ഞാനായിട്ട് ചുമ്മാ കണ്ടുപിടിച്ച് പറഞ്ഞൊന്നുമില്ല, എനിക്ക് ഡോക്ടർ റെഫർ ചെയ്ത് തന്ന ഒരു ലിപ് ബാം ആണിത്. അതുപോലെ തന്നെ എനിക്ക് ഡോക്ടർ തന്ന ഈ ഒരു ടൈമിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഇതോട്ട് വേറെ ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്യാം? അപ്പോൾ പറഞ്ഞു നമുക്ക് ആ ഒരു ഡ്രൈ ലിപ്പ് വരുന്ന ആർക്ക് വേണമെങ്കിലും ഇത് നോർമലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം ആണ്. ഇതിപ്പോൾ എനിക്ക് ഡോക്ടർ തന്ന ഒരു കേസ് എന്ന് പറയുന്നത്, എനിക്ക് മുഖക്കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഈ ട്രെറ്റിനോയിൽ എന്ന് പറയുന്ന ക്രീം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യം. ഞാനും ട്രെറ്റിനോയിൽ യൂസ് ചെയ്ത് എനിക്ക് പണി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുക്ക പോയത്. അപ്പം ഇതോട്ട് ഡോക്ടർ ആണെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ട്രെറ്റിനോയിൻ ഇനി ക്രീം യൂസ് ചെയ്യേണ്ട, അതിന്റെ ഒരു ഓറൽ ഫോം ഐസോ ട്രെറ്റിനോയിൻ ആ ഒരു ടാബ്ലറ്റ് ആ ഒരു രീതിക്ക് നമുക്ക് എടുക്കാം. അങ്ങനെ ആ ടാബ്ലറ്റ് എടുക്കുന്ന ടൈമിൽ ഈ ട്രെറ്റിനോയിന്റെ തന്നെ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ പീലായി പോകും ഒത്തിരി ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആക്കും. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ടാബ്ലറ്റ് എടുക്കുന്ന ടൈമിൽ എൻ്റെ അത്രയൊന്നും ഡ്രൈ ആവത്തില്ലെങ്കിലും എൻ്റെ ഫേസ് ഡ്രൈ ആവും, നമ്മുടെ കൈയും കാലും ഒക്കെ ഡ്രൈ ആവും. ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്ന ഒരു പോർഷൻ ആയിരുന്നു ലിപ്പ്. ഈ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് ലിപ്പൊക്കെ നല്ലപോലെ ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാ ഡോക്ടർ എനിക്ക് ഈ ഒരു ലിപ് ബാം തരുന്നത്. അങ്ങനെ ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ലിപ് ഗ്ലോസ് ഒക്കെ ഇടുമ്പോൾ ഉള്ള ആ ഒരു ഫീലാ. ലിപ് ബാം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലിപ് ബാം ആണത്. ഇത് ഗ്ലോ ലിപ്പിന്റെ SPF 30 വരുന്ന ഒരു 9 ഗ്രാം വരുന്ന ഒരു ലിപ് ബാം ആണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. ഈ ഒരു സാധനം എന്ന് പറയുന്നത് 100 സംതിങ് ആ ഒരു റേഞ്ചിന് എന്തോ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ച സമയത്ത് ആ ഒരു ഇതെന്റെ രണ്ടാമത്തെ ട്യൂബ. അതായത് ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ട് ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് എന്റെ ലിപ്പ് നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ലിപ് ബാം ഇടുമ്പോൾ നല്ല ഒരു കവറേജ് ആണ് കിട്ടുന്നത്. കവറേജ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ അത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അത് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ, എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ് ഗ്ലോസ് ഇടത്തില്ല, അങ്ങനെ ആ ഒരു ഫീലിലാണ് ഈ ഒരു ലിപ് ബാം ഇടുമ്പോൾ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ UV പ്രൊട്ടക്ഷനാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. UV പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന ഒരു സാധനമാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഞാൻ ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. ഇതിനകത്ത് സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് 3 സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒക്ടേൽമിതോക്സിസിനമേറ്റും ആവോബെൻസോയിനും ഒക്ട്രോക്രൈലിൻ അങ്ങനെ 3 സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു UV പ്രൊട്ടക്ഷൻ കവറേജ് തരുന്ന സാധനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ കീ ഇൻഗ്രീഡിയൻസിൽ വരുമ്പം ഷിയ ബട്ടർ വരുന്നുണ്ട്, കൊക്കും ബട്ടർ വരുന്നുണ്ട്, വിറ്റാമിൻ ഈ ഒരു ബട്ടറിൽ നിന്നൊക്കെ നല്ലപോലെ ആന്റി ഓക്സിഡന്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സാധനം. പിന്നെന്ന് പറയാൻ ഈ ഒരു ഇതിന്റെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും സോഫ്റ്റ് ആയിട്ടും ഈ ഒരു ഇതിന്റെ ആ ഒരു ഈ ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ടെക്സ്ചറാണ്. ആ ഒരു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനകത്ത് മിനറൽ ഓയിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ വൈറ്റ് സോഫ്റ്റ് പാരഫിൻ അങ്ങനെ കുറെ ഐറ്റംസ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയാൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. ഞാൻ ഇതിന്റെ ഈ ഇൻഗ്രീഡിയൻസിന്റെ ബോക്സും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ, അതായത് നമ്മുടെ വാസ്ലിൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാ.
പക്ഷെ ഒരു ഗ്ലോസി ആ ഒരു എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് ഈ ഒരു ലിപ് ബാമിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടും നമുക്ക് ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറിനൊക്കെ മുകളിൽ ഇതൊരു കവറേജ് വരും. ഞാൻ തന്നെ ഇപ്പൊ ഈ ലിപ്സ്റ്റിക് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറെ നേരം മുമ്പായി ഈ ഒരു സാധനം ഇട്ടത്. പക്ഷെ ഇപ്പോഴും എൻ്റെ ആ ഒരു ലിപ്പിനെ അത് പ്ലം ആക്കി ഇങ്ങനെ വെച്ചേക്കാം. ഞാൻ നിങ്ങൾക്ക് അത് ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോട്ട് കൊടുത്തേക്കാം, നമ്മുടെ ലിപ്പിൽ ഇതെങ്ങനെയാ വർക്ക് ആവുന്നത്, എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞോട്ട് ഇതിനൊരു 100 സംതിങ് ആ ഒരു റേഞ്ചാ വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡീമെറിറ്റ്സ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഡീമെറിറ്റ്സ് ഒന്നുമില്ല. പിന്നെ എനിക്ക് ഇപ്പൊ തോന്നിയ ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ ഇതങ്ങനെ ഓൺലൈനിലൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പം ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും എനിക്കത് ഔട്ട് ഓഫ് സ്റ്റോക്കാ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് തന്നെ ഇത് വാങ്ങിക്കണം. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. ഡോക്ടർ റെഫർ ചെയ്ത് തന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ ലിപ്പിന്റെ കളർ, എനിക്കിപ്പോൾ ലിപ്പിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ ഡ്രൈ ആവുന്നതേ ഉള്ളായിരുന്നു. അതായത് ഡാർക്ക് ലിപ്സും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഡാർക്ക് ലിപ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതുപോലുള്ള ഒരു മാറ്റം കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ഡാർക്ക് ലിപ്സ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ജനറ്റിക്കലി അങ്ങനെ ചില കാരണങ്ങൾ വരും. അതുപോലെ തന്നെ ഈ സ്മോക്കിങ്, ചില മെഡിസിൻസ് യൂസ് ചെയ്യുമ്പം, പിന്നെ ചില ലിപ്സ്റ്റിക്കിന്റെ യൂസ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഡാർക്ക് ലിപ്സ് വരും. അപ്പൊ ഈ ജനറ്റിക്കലി വരുന്ന സാധനങ്ങളൊന്നും പിന്നെ അങ്ങനെ മാറത്തില്ല. അത് നമുക്ക് ആ ഒരു ഇപ്പൊ നമ്മുടെ പേരൻസിന് ഡാർക്ക് ലിപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ചിലപ്പോൾ ഡാർക്ക് ലിപ്സ് ആയിരിക്കും. അതിപ്പോ എന്ത് ഇതെന്ന് വെച്ചാൽ അതിന് വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കാണുമായിരിക്കും, അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറിക്കും. അല്ലാതെ ഈ ഒരു ലിപ് ബാം കൊണ്ടൊന്നും അങ്ങനൊന്നും മാറ്റാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പണ്ട് തൊട്ടേ നല്ല ഒരു ലിപ് കളർ ഉണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഈ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടാണെങ്കിൽ കളർ മാറുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ് ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനം മാത്രമാണ് ഞാൻ എൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഓൺലൈനിലൊന്നും ഇത് അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇത് ഒരു 9 ഗ്രാം പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. അപ്പം ഫുള്ള് നല്ലോണം കവറേജ് ആവും, പെട്ടെന്ന് തീർന്നു പോകും. അപ്പം നമ്മൾ അടുത്ത ട്യൂബ് ഇത്രയല്ലേ ഉള്ളൂ, അടുത്ത ട്യൂബ് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ, എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുമായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് കിട്ടുന്ന ഈ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള അങ്ങനെയുള്ള മെഡിക്കൽ ഷോപ്പുണ്ട്, അങ്ങനെയുള്ള ഹോസ്പിറ്റലിന് അടുത്തുള്ള അങ്ങനെയുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ ഇത് എന്തായാലും കാണാതിരിക്കുന്നില്ല. കാരണം ഒരുവിധം എല്ലാ ഡെർമറ്റോളജിസ്റ്റ് ആയാലും കോസ്മെറ്റോളജിസ്റ്റുകളായാലും കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു എന്താണ് ലിപ് ബാം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇതിനകത്ത് അങ്ങനെ കളറൊന്നും ഇല്ല. പിന്നെ സ്മെല്ലും പ്രത്യേകിച്ച് സ്മെല്ലെന്ന് പറയുന്നത് എന്നാലും ചെറിയ എന്തോ ഒരു മെഡിസിൻ്റെ പോലെ ഒരു ചെറിയ ഏതോ ഒരു സ്മെൽ, എന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്മെല്ലൊന്നുമല്ല. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. അപ്പം നിങ്ങൾക്ക് നല്ലപോലെ നല്ല ഡ്രൈ സ്കിൻ, എനിക്കിപ്പം എൻ്റെ ഡ്രൈ സ്കിൻ ഒന്നുമില്ല, എനിക്ക് ഡ്രൈ സ്കിൻ വന്നത് ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ടാണ്. പക്ഷെ എൻ്റെ ആ ലിപ്പിന് മെയിനായിട്ട് എനിക്കാണെങ്കിൽ ലിപ്പ് പൊട്ടി വേദനിച്ചിട്ടുണ്ട്. കാരണം ആദ്യം ഞാനിത് യൂസ് ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഞാനത് യൂസ് ചെയ്തപ്പോൾ ആ ഒരു ഡ്രൈ ലിപ്പ് എന്നുള്ള ഒരു പ്രശ്നമേ മാറി, നല്ലൊരു കവറേജ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഈ ലിപ് ബാം ഇട്ട് ഒരു പ്രശ്നവും ഇല്ല, UV പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം, അതുപോലെ തന്നെ ഫുൾ കവറേജ് തരുന്ന ഒരു ലിപ് ബാം. അങ്ങനെ കുറേ ഒരു കാര്യം. ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ 100 സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേഞ്ച്. ഈ കിട്ടാനുള്ള ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാമാണ് ഈ ഒരു ഗ്ലോ ലിപ്പിന്റെ SPF 30 വരുന്ന 9 ഗ്രാം വരുന്ന ഈ ഒരു മോയ്സ്ചറൈസർ. ലിപ് ബാം എന്നുള്ളതിലുപരി നല്ലൊരു ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ഒരു ലിപ്പിന് ഒരു മോയ്സ്ചറൈസർ എന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു സാധനമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിക്കാണ് ഉപയോഗിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല രീതിക്ക് ആ ഒരു ഫുൾ കവറേജ് കിട്ടുന്ന രീതിക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള ഒരു റിസൾട്ടും കിട്ടും. അപ്പം ഇതിന് ലിങ്കായിട്ട് കൊടുക്കാനൊന്നും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങിക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഓർമ്മയുള്ളതും ഞാൻ റെഫർ ചെയ്തതും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഡോക്ടറോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം ആണ്. അപ്പം എല്ലാവരും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.